ഇന്നൊരു നല്ല പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുറച്ച് പുറത്തുനിന്ന് പോയി എന്നാൽ ചില്ലായൊരു ദിവസം കൂടിയാണ്, ഒരു കോസി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറുമയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള എരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുറുമ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കില്ല. അപ്പോൾ പെപ്പറും ചേർക്കും, പച്ചമുളകും ചേർക്കും. അപ്പോൾ എരിവനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്നിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒരു ജാറിലിട്ട് നമുക്കതിനൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറുമ പല ടൈപ്പിൽ വെക്കും. ചിലർ അതിൻ്റെ അകത്ത് കിഴങ്ങൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട്, മല്ലിപ്പൊടി ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. അപ്പം ഇത് എനിക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ, ഞാൻ പേസ്റ്റൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു പീസ് പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനെ നന്നായിട്ട് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്ക്, കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോകാൻ നമ്മുടെ കറിയുടെ ടോട്ടൽ ടേസ്റ്റാണ് ഡിഫറെൻ്റ് ആയിപ്പോൾ കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ആ ചൂടായ പാനിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതേ ടൈം തന്നെ പെട്ടെന്ന് ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ല കേട്ടോ. അതിനൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഒന്ന് നമുക്ക് അരച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഈ സമയത്തേക്ക് ഓൺ ചെയ്തിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അരച്ച പേസ്റ്റ് ആക്കിയതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇവിടെ ജുമ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എല്ലാ ഫ്രൈഡേയും എനിക്കത് കാണാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. പള്ളി എൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുവരെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. തേങ്ങ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചേർത്ത്, അതായത് ഒരുപാട് വെള്ളമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. നമുക്കിതൊന്നും വറ്റി വരണം. കുറുമ എന്ന് പറയുമ്പോൾ ഒത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി നമ്മൾ എടുക്കുന്നതിലേക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാനൊന്ന് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ അതുപോലെ നമുക്ക് അരച്ച് മാറ്റാം. ഞാൻ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, സ്പൈസസ് ഒന്നിനും കൂടി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്പൈസസിൻ്റെ കുത്ത് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അത് എന്ത് കറി വെച്ചാലും അതങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ ഇഞ്ചി കൂടിപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ തേങ്ങയുടെ ആദ്യത്തെ നമ്മൾ എടുത്ത് വെച്ച് 1-ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഇളക്കി ഈ സമയത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ഇടുക. ഇനി നമുക്ക് കാഷ്യൂ പേസ്റ്റും കൂടെ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നൊരു എന്താ പറയുക, ഒന്ന് ചൂടാണ് കേട്ടോ. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി അതുമേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമ റെഡിയാണ്. ഇരിക്കും തോറും ഇതിൻ്റെ ചാറ് കുറുകും. അപ്പോൾ ഒത്തിരി നിങ്ങൾ വറ്റിയിട്ട് ഓഫാക്കണ്ട, അതിൻ്റെ മുമ്പേ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അങ്ങനെ അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തിറങ്ങി. എന്തിനാന്നല്ലേ, ഇതാണ് എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ അവിടെ കറിയെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അരിദോശ ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മിക്സി കേടായിപ്പോയി. എൻ്റെ മിക്സി കേടായിപ്പോയതിന് ശേഷം പിന്നെ എൻ്റെ പണി അവിടെ നിന്നു. എന്നാൽ പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളന്ന് ഇറങ്ങി. പിന്നെ അന്ന് എന്താ പറയുക, ചപ്പാത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മിക്സിയായിട്ട് പുറത്ത് ഈവനിങ് ആയപ്പോൾ ഇറങ്ങിയതാണ്. അങ്ങനെ നേരെ കാലിഫോർണിയയിൽ നിന്നായിരുന്നു ഞാൻ മിക്സി മേടിച്ചിട്ടുണ്ടായിരുന്നു. കെൻവുഡിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പം നല്ല വേഫിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ മോനിപ്പം വേണമെന്ന് പറഞ്ഞ് അവർ നേരെ അത് ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാനൊരു ഇവിടെ നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ. അങ്ങോട്ട് പോയി അതെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം വേഫിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്.
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പല ഫ്ലേവറിലുണ്ട് അവിടെ വാഫിള്. അപ്പം നമ്മൾ മേടിച്ചത് കിറ്റ്കാറ്റ് ആയിരുന്നു കേട്ടോ. കിറ്റ്കാറ്റ് ന്യൂട്ടല്ല വാഫിളായിരുന്നു. അങ്ങനെ വീഫിലൊക്കെ കഴിച്ച് ഒരു വിൻഡോ ഷോപ്പിംഗ് നടത്തി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നല്ലൊരു സിൽവർ ജ്വല്ലറിയുടെ ഷോപ്പായിരുന്നു കേട്ടോ. ഒരു കൗണ്ടറാണ് അവിടെ. അപ്പോൾ അവിടെ നല്ല ജുവൽസിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു സെറ്റ് ഞാനും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു സ്റ്റഡും ഒരു ചെയിനിൻ്റെ ഒരു സെറ്റ് മേടിച്ചു കേട്ടോ. അങ്ങനെ നേരെ കസ്റ്റമർ സർവീസിൽ വന്ന് നമ്മുടെ മിക്സി എല്ലാം അവിടെ കൊടുത്തു. അവർ 15 days ടൈം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ളിൽ എന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിച്ചു. മിക്കവാറും പുതിയൊരു മിക്സി മേടിക്കേണ്ടി വരും. അപ്പോൾ അതവിടെ തീരുമാനമായി കിട്ടി. അങ്ങനെ നേരെ കാരിഫോറിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം നോക്കിയപ്പോൾ നല്ല ക്രോസിൻ്റെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രോസിൻ്റെ. അപ്പോൾ അങ്ങനെ ക്രോസിൻ്റെ ബട്ടർ ക്രോസിൻ്റെയും ചോക്ലേറ്റ് ക്രോസിൻ്റെയും ഒക്കെ മേടിച്ചു. കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ച് എന്നാൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴാണ് കണ്ണിൽ മക്ഡൊണാൾഡ് കണ്ടത് കേട്ടോ. മക്ഡൊണാൾഡ് കണ്ട പിന്നെ ഐസ്ക്രീം കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ എന്നാൽ പിന്നെ ഓരോ ഐസ്ക്രീമും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഐസ്ക്രീമും മേടിച്ച് കഴിച്ച് ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പം മക്ഡൊണാൾഡിൻ്റെ ഓരോ ഐസ്ക്രീം കഴിക്കലുണ്ട്. അത് എന്തോ അതിനൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി നല്ല ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇപ്പോൾ 9:30 ആയിട്ടുണ്ട് ടൈം. അങ്ങനെ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇനി വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് കേട്ടോ.